സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടായത് എങ്ങനെയാണെന്ന്, അതും സമ്പത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. വേൾഡ് വാർ ടൂവിലാണ് അമേരിക്ക ഡോളറിന്റെ ആധിപത്യത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് എംപയർ എന്ന ഒരു സാമ്രാജ്യത്വം എന്നുള്ള പദവി കയ്യിലാക്കിയത്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിനിമയം ഡോളറിലേക്കാക്കി മാറ്റാൻ അവർക്ക് പറ്റി. എപ്പോഴും യുദ്ധങ്ങൾ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെങ്കിലും ജോഗ്രഫിക്കലി അമേരിക്കയ്ക്ക് ഒരു സേഫ് സോണിൽ കിടക്കുന്നത് കൊണ്ട് എന്നും അതിൻ്റെതായ ഗുണമുണ്ടായിരുന്നു. പിന്നീട് അമേരിക്ക പെട്രോ ഡോളർ എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് ലോകത്തിലെ സപ്ലൈ ചെയിൻ മുഴുവൻ അമേരിക്കയുടെ കൺട്രോളിൽ ആക്കി. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് IMF, അതേപോലെ തന്നെ വേൾഡ് ബാങ്ക്സ് മുതലായവയാണ് അമേരിക്കയുടെ കൺട്രോളിലുള്ള റെഗുലേറ്ററി മെക്കാനിസം. അത് മോശമാണ് എന്നുള്ളതല്ല, അവരത് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും. പിന്നെ ആ വേൾഡ് വാറിന്റെ റീകൺസ്ട്രക്ഷനിന്റെ സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഹബ്ബാവാനായിട്ട് അമേരിക്കയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വലിയ ഒരു സായുധ സേന ഉണ്ടായതുകൊണ്ട് ഒരു ഹിഡൻ പ്രൊട്ടക്ഷൻ ആ എക്കണോമിക്ക് കൊടുക്കാനും അമേരിക്കയ്ക്ക് പറ്റുന്നുണ്ട്. ഈ സപ്ലൈ ചെയിൻസ് എല്ലാം പണ്ടുകാലത്തും സപ്ലൈ ചെയിൻസ് ആണ് ലോക സാമ്രാജ്യത്വ ശക്തികളെ തീരുമാനിച്ചിരുന്നത്. പിന്നീട് അത് ഡോളർ വെച്ചിട്ട് അമേരിക്കയ്ക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഈ ഡോളറിന് മുമ്പ്, വേൾഡ് വാഴ്സിന് മുമ്പ് ഇതേ സ്ഥാനം കൈയാളിയിരുന്നത് ബ്രിട്ടീഷുകാര് അവരുടെ നേവൽ ഫോഴ്സും കൊളനൈസേഷനും കൊണ്ടാണ് അവര് എംപയേഴ്സ് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളായി ഉണ്ടായിരുന്നത്. അതോടൊപ്പം പലരും ഉണ്ടായിരുന്നു, പക്ഷെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവര് കോളനികൾ ഉണ്ടാക്കുകയും പൗണ്ട്സിന്റെ ബലത്തോടുകൂടി അവര് റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവരികയും അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി വാല്യൂ അഡീഷൻ കൊടുത്തിട്ട് ആ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആയിരുന്നു ആ ബ്രിട്ടീഷ് ആധിപത്യം നിലനിന്നിരുന്നത്. വേൾഡ് വാഴ്സ് അവരെ നശിപ്പിക്കുകയും അത് ഡോളറിന് വഴിമാറുകയും ചെയ്തു. ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. ഇനി പണ്ട് മുതൽക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്നും വാറുമായിട്ട് ഒരു ബന്ധം ഇതിന്റെ എംപയേഴ്സിന്റെ അസറ്റ് വലുതാക്കുന്നതിലും ചെറുതാക്കുന്നതിലും ഉണ്ടായിരുന്നിട്ടുണ്ട്. പണ്ട് റോമൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ കാലത്ത് ഫിസിക്കൽ പവർ ആയിരുന്നു. അവര് ലാൻഡ് ഗ്രാബ് ചെയ്യുകയും സ്വത്തുക്കളെല്ലാം അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അവർ ആ സപ്ലൈ ചെയിൻ കൺട്രോൾ ചെയ്ത് മസിൽ പവർ കൊണ്ടാണ്. പിന്നീട് സിൽക്ക് റൂട്ട് വന്നപ്പോൾ സിൽക്ക് റൂട്ടിനകത്ത് കൂടി ഈസ്റ്റ് വെസ്റ്റ് ഉള്ള റോ മെറ്റീരിയൽസ് മൂവ്മെന്റ് ആ സിൽക്ക് റൂട്ട് കൺട്രോൾ ചെയ്യുന്നത് വഴിയാണ് അവിടുത്തെ മംഗോൾസും കാലിഫേറ്റ്സും ഒക്കെ അത് കൺട്രോൾ ചെയ്തിരുന്നത്. പിന്നീടാണ് മെർക്കന്റൈൽ ആയിട്ടുള്ള എംപയേഴ്സ് വന്നത്. അവര് സ്പാനിഷ്, പോർച്ചുഗീസ് തുടങ്ങിയ എല്ലാവരും ഉയർന്നു വന്നു. പിന്നീട് നെപ്പോളിയന്റെ ഒരു ഉയർച്ച ഉണ്ടായി. ഇതെല്ലാം ഗോൾഡും സിൽവറും ആയുള്ള അസറ്റുകളിലായിരുന്നു അന്ന് കൂടുതലായിട്ടും അവര് സ്വത്തായിട്ട് വെച്ചിരുന്നത്. ആ സപ്ലൈ ചെയിൻസ് എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് കൂടുതലും നേവൽ ഫോഴ്സ് വെച്ചിട്ടായിരുന്നു.
അത് നെപ്പോളിയന്റെ ഒരു യുദ്ധത്തോടു കൂടിയാണ് അത് ആ അസറ്റുകൾ ഇല്ലാതായി പോവുകയും പിന്നീട് ബ്രിട്ടീഷുകാര് മുകളിലേക്ക് കയറി വരികയും ചെയ്തത്. ഈ ബ്രിട്ടീഷ് നേവൽ ഫ്ലീറ്റ്സ് ലോകത്തിലെ എല്ലായിടത്തും പോയി കോളനീസ് ഉണ്ടാക്കാൻ അവരെ സഹായിച്ചു. പ്ലസ് എല്ലാത്തിനും പുറകിൽ ഒരു സാമ്പത്തികം ഉണ്ടാവും. അതേമാതിരി തന്നെ അന്ന് പൗണ്ട്സ് ആണ് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കറൻസി, ലോകത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കറൻസി. ഇന്നത്തെ ഡോളറിന്റെ സ്ഥാനത്ത് വിശ്വസിച്ചിരുന്ന കറൻസി ആയതുകൊണ്ട് അവർക്ക് അത് ഉണ്ടാക്കാനായിട്ട് അവർക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീടാണ് അമേരിക്ക അത് ഏറ്റെടുക്കുകയും ഇപ്പോൾ ഡോളറിന്റെ സുപ്രീമസി നിലനിർത്താനായിട്ട് കൂടിയാണ് പല ആക്ടിവിറ്റീസും നടക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് നാളേക്ക് എന്തായിരിക്കും? നാളേക്ക് എന്ത് സപ്ലൈ ചെയിൻ ആയിരിക്കും? കാരണം സപ്ലൈ ചെയിൻ കൺട്രോൾ ആണ് ലോകത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കുന്നത്. ആര് സ്വത്ത് സമ്പാദിക്കണം, ആര് സ്വത്ത് സമ്പാദിക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ ഇന്നത്തെ ഡെവലപ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ മിനറൽസ്, പിന്നെ AI ഫാക്ടറീസ് വരും, പിന്നെ ഡേറ്റ ആയിരിക്കും ഫ്യൂവൽ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന എനർജിയും അതുപോലെ തന്നെ ഈ ഡാറ്റാ സെന്റേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ലാബ്സ് ഇത് തമ്മിലുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ആയിരിക്കും വരുന്നത്. അതിനകത്ത് ആര് പ്രോമിനൻസ് നേടുന്നുവോ അവരായിരിക്കും നാളത്തെ കൺട്രോള്, ലോകത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുക. പണ്ട് ഒരു പറച്ചിലുണ്ടായിരുന്നു, അതായത് സമുദ്രത്തിൽ ആരാധിപത്യം സ്ഥാപിക്കുന്നു അവരാണ് ലോകത്തിന്റെ എംപറേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. കാരണം അങ്ങനെയാണ് കുറെ കാലത്തേക്ക് സപ്ലൈ ചെയിൻ കൺട്രോൾ ചെയ്തിരുന്നത്. ആ കൺട്രോൾസ് ആണ് ഇനി ഈ നൂതന വഴികളിൽ കൂടി എടുക്കാൻ പോകുന്നത്. ഇത് തന്നെയല്ല, പണ്ടത്തെ മാതിരി ഒരു രാജ്യത്ത് നിന്ന് ദൂരെയുള്ള ഒരു രാജ്യത്തേക്ക് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കൊണ്ടുപോകേണ്ട കാര്യം വന്നേക്കില്ല. കാരണം ലോക്കലായിട്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഓട്ടോമേറ്റഡ്, ഇപ്പോൾ ഒരു ലേബർ ഇന്റൻസീവ് ആവണമെന്നില്ല. ഇപ്പോൾ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ ജപ്പാനിലെ പോപ്പുലേഷൻ കുറഞ്ഞ ഒരു രാജ്യത്ത് അവർക്ക് തന്നെ ഓട്ടോമേറ്റഡ് ഫാക്ടറീസ് ഉണ്ടാക്കാം. അവർക്ക് വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു മാനേജ്മെന്റ് AI വഴിയായിരിക്കും അത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ വലിയ സപ്ലൈ ചെയിൻസ് ആയിരിക്കണമെന്നില്ല ഇനി വേണ്ടി വരിക. ചെറിയ ചെറിയ സപ്ലൈ ചെയിൻസ് ഉണ്ടാകാം, അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഗ്ലോബലി, ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യാം. ഗിഫ്റ്റ് സിറ്റി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം സെൻട്രൽ ഗവൺമെന്റ് ഗുജറാത്തിൽ തുടങ്ങിയിട്ട് അതുവഴി നമുക്ക് ലോകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ലോകത്തിലേക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ AI ഹാർഡ്വെയർ, അതേപോലെ തന്നെ എനർജി, റെയർ എർത്ത്, ഈ ഉള്ള ഏരിയകളിൽ ക്ലൗഡ്, ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഡാറ്റാ സെന്റേഴ്സ് ഒക്കെ അതിനകത്ത് വരും. പിന്നെ ന്യൂ ഏജ് ഹെൽത്ത്, ഡിഫൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയകളിലാണ് ലോകത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ, എനർജി സ്റ്റോറേജ്, ഫിൻടെക്, പിന്നെ എനർജി പ്രൊഡക്ഷൻ, AI, ഫാർമ, FMCG എന്ന് പറയാൻ കാര്യം നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഇനി ഉണ്ടാവുക എന്ന് തന്നെയല്ല, ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇവർക്കൊക്കെ ഉണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഗുണമാണ്. ഇൻസുലേറ്റഡ് ഫ്രം വാർസ്, അതായത് സമാധാനം കാക്ഷിക്കുന്നവർ, ഇപ്പൊ ഈവൻ ചൈന, അവര് നേരിട്ട് യുദ്ധത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലോസ് അവർക്ക് ഉണ്ടാകുന്നില്ല.
അതൊരു ഗെയിനാണ്. നമ്മൾ ചെലവാക്കാതിരിക്കുന്നതും ഒരു 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 അസറ്റാണ്. അത് അസറ്റായിട്ട് മാറ്റാൻ പറ്റും. ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ നമ്മുടെ അസറ്റ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും കൂടുതലായി കൊണ്ടുവരാം എന്നാണ് ഞാനത് ഉദ്ദേശിച്ചത്. താങ്ക് യു.